വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ ഓഫ് ഇറ്റ് കോം ഫോർ യു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ഈസി ആയിട്ട് ബേസിക് ആയിട്ട് വരുന്ന ജേണൽ എൻട്രി എങ്ങനെ പഠിക്കാം എന്നാണ് നോക്കാമെന്ന്. സോ ലെറ്റ്സ് ഗോ ഓൺ ടു ദ വീഡിയോ. എല്ലാവർക്കും അറിയാം എന്താണ് അക്കൗണ്ടിംഗ് എന്നറിയാം. എന്നാൽ ഞാനൊന്ന് അക്കൗണ്ടിംഗ് എന്താണെന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ജേണൽ എൻട്രി എന്താണെന്ന് നോക്കാം. ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആ ബിസിനസ്സിൽ നടക്കുന്ന ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതിൻ്റെ ട്രാൻസാക്ഷൻസ് എന്നാണ് ടെക്നിക്കലായിട്ട് നമ്മൾ അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ബിസിനസ്സിൽ നടക്കുന്ന ക്യാഷുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസ്. സോ ദാറ്റ് ഈസ് ഇൻ അക്കൗണ്ടിങ് ടേം ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസാക്ഷൻ. സോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ട്രാൻസാക്ഷൻ എന്ന് തന്നെ പറയാം. ട്രാൻസാക്ഷൻ, ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ്, ദാറ്റ് ഈസ് മോണിറ്ററി ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ആ ഒരു ബുക്ക്, അതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് റെക്കോർഡിംഗ് ഓഫ് മോണിറ്ററി ട്രാൻസാക്ഷൻസ് ഹാപ്പൻ ഇൻ ദ ബിസിനസ്, അല്ലെ, മോണിറ്ററി ട്രാൻസാക്ഷൻസ് ഇൻ ദ ബിസിനസ്, അതാണ് അക്കൗണ്ടിങ്. സോ റെക്കോർഡിംഗ് ചെയ്യുന്നത് മാത്രമല്ല, സോ അത് റെക്കോർഡ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നീട് പല പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അവസാനം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് വരെയും ചെക്ക് ചെയ്യുന്നു. ഈ പ്രോസസ്സാണ് എൻ്റെ പ്രോസസ്സാണ് അക്കൗണ്ടിങ്ങിനകത്ത് വരുന്നത്. അക്കൗണ്ടിങ്ങിനകത്ത് നമ്മൾ പറഞ്ഞു ബുക്കിൽ എൻട്രി ചെയ്യുന്ന കാര്യമാണെന്ന് പറഞ്ഞു, അല്ലെ, ബിസിനസ് ട്രാൻസാക്ഷൻസ്, മോണിറ്ററി ബിസിനസ് ട്രാൻസാക്ഷൻസ് ബുക്കിൽ എൻട്രി ചെയ്യുന്നതാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു. സോ ആ അക്കൗണ്ടിങ്ങിലേക്ക് എഴുതുമ്പോൾ നമുക്ക് ഇതേപോലെ നമ്മളൊരു സാധനം വാങ്ങിച്ചു എന്നല്ല എഴുതി വെക്കുന്നത്. സോ ദർ ഷുഡ് ബി എ ലാംഗ്വേജ് ഫോർ റെക്കോർഡിംഗ് അക്കൗണ്ടിംഗ് ബുക്സ്. ദാറ്റ് ലാംഗ്വേജ് ഓഫ് അക്കൗണ്ടിംഗ് ഇസ് കോൾഡ് ജേണൽ എൻട്രി. ജേണൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ഓഫ് അക്കൗണ്ടിംഗ്. അപ്പോൾ ജേണൽ എൻട്രി എന്താണെന്ന് നമുക്ക് മനസ്സിലായി, ലാംഗ്വേജ് ഓഫ് അക്കൗണ്ടിംഗ് ആണ്. സോ അപ്പോൾ നമുക്ക് എന്തറിയാം, ഒരു വീട് പണിയുമ്പോൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണോ ബേസ് തറയ്ക്കുള്ളത്, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ജേണൽ എൻട്രി അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ. ബേസ്മെന്റ് ഇല്ലാണ്ട് നമുക്ക് വീട് പണിയാൻ പറ്റില്ല, അല്ലെ, ഭിത്തി പണിയാൻ പറ്റില്ല, റൂഫ് ചെയ്യാൻ പറ്റില്ല, വാർക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ അതേപോലെ തന്നെ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ജേണൽ എൻട്രി. അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ ജേണൽ എൻട്രിക്ക് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് ആണ്, എഴുതി വെക്കലാണ്. ആ എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ജേണൽ എൻട്രി വഴിയാണ് നമ്മൾ എഴുതി വെക്കുന്നത്. സോ അപ്പോൾ ജേണൽ എൻട്രി എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ അതർ പ്രോസസ്, വി കനോട്ട് ബി സ്റ്റെപ്പ് ഇൻ ടു അനദർ വൺ, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. സോ നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യാം. കുറേ റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് ദ റൂൾസ് ഒക്കെ ഫോർഗെറ്റ് ചെയ്യുക തൽക്കാലം. ബേസിക് ആയിട്ട് കുറച്ച് ജേണൽ എൻട്രി പഠിക്കാൻ വേണ്ടി എന്താണ് വേണ്ടത്. സോ അപ്പോൾ നമുക്ക് ആദ്യം ജേണൽ എൻട്രി എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ജേണൽ എൻട്രി എഴുതുന്നത് ഒരു ഡബിൾ എൻട്രി സിസ്റ്റത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കുക. ജേണൽ എൻട്രി എഴുതുന്നത് ഒരു ഡബിൾ എൻട്രി സിസ്റ്റത്തിലൂടെയാണ്. എന്താണ് അപ്പോൾ ഡബിൾ എൻട്രി, അല്ലെങ്കിൽ ഡ്യുവൽ ആസ്പെക്ട് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഡബിൾ എൻട്രി സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ ഉണ്ട്. എന്താണത് പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു മോണിറ്ററി ട്രാൻസാക്ഷൻസ്, ബിസിനസ്സിൽ ഒരു മോണിറ്ററി ട്രാൻസാക്ഷൻസ് നടന്നു കഴിഞ്ഞാൽ അതിന് രണ്ട് തലങ്ങളുണ്ട്. ഒരു റിസീവിങ് ആസ്പെക്ട് ഉണ്ട്, ഒരു ഗിവിങ് ആസ്പെക്ട് ഉണ്ട്. ഒരു ട്രാൻസാക്ഷൻ, മോണിറ്ററി ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു സാധനം നമുക്ക് കിട്ടും, ഒരു സാധനം നമ്മൾ കൊടുക്കേണ്ടി വരും. സോ അതാണ് അവിടെ ഡ്യുവൽ ആസ്പെക്ട് എന്ന് പറഞ്ഞത്. ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു എൻട്രിക്ക് രണ്ട് തലങ്ങളിൽ അതിൻ്റെ എഫക്റ്റ് വരുന്നു. സോ ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ പറയുന്നത് അതാണ്. സോ ആ ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ടാണ് ഡബിൾ എൻട്രി സിസ്റ്റം വഴി നമ്മൾ ജേണൽ എൻട്രി എഴുതുന്നത്. സോ അത് ബേസിക് ആണ്. ആ ഡ്യുവൽ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഏതൊരു മോണിറ്ററി ട്രാൻസാക്ഷൻ നടന്നാലും രണ്ട് ആസ്പെക്ട് ഉണ്ട്. ഒന്ന് നമുക്ക് കിട്ടും, റിസീവിങ് ആസ്പെക്ട്, എന്തെങ്കിലും ഒന്ന് നമ്മൾ കൊടുക്കേണ്ടി വരും, ഗിവിങ് ആസ്പെക്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു മൊബൈൽ വാങ്ങിക്കുകയാണ്, കടയിൽ പോയി നമ്മളൊരു മൊബൈൽ വാങ്ങിക്കുന്നു. മൊബൈൽ വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വി റിസീവിങ് ദി ഐറ്റം. മൊബൈൽ എന്ന് പറഞ്ഞ ഐറ്റം നമുക്ക് റിസീവ് ചെയ്തു. സോ വി നീഡ് ടു ഗീവ് ക്യാഷ്. ക്യാഷ് കൊടുക്കണമല്ലോ, അല്ലേ, ക്യാഷ് നമ്മൾ കൊടുക്കണം. സോ അപ്പോൾ നമ്മൾ ഒരു ഐറ്റം റിസീവ് ചെയ്തു, ഒരു ഐറ്റം കൊടുക്കുന്നു. സോ അതാണ് അവിടെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ അപ്പോൾ ജേണൽ എൻട്രി എഴുതുന്ന ആ ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിളിനകത്ത് ഞാനിവിടെ എഴുതുന്നു റിസീവിങ് ആസ്പെക്റ്റും എഴുതി, ഗിവിങ് ആസ്പെക്റ്റും എഴുതി. ഓക്കെ. സോ നമുക്കപ്പോൾ കുറച്ച് മോണിറ്ററി ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബിസിനസ്സിൽ നടക്കുന്ന മോണിറ്ററി ട്രാൻസാക്ഷൻസ് നമുക്കൊന്ന് പരിചയപ്പെട്ടു നോക്കാം. ആദ്യം തന്നെ എന്തായിരിക്കും, പർച്ചേസ് ചെയ്യുന്നു, പർച്ചേസ് എ മെഷീനറി,
ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു 10,000 rupees. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയത്? വി റിസീവ്ഡ് എ മെഷീനറി, റൈറ്റ് അല്ലെ? മെഷീനറി കിട്ടി, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10,000 ആണ്. നമ്മുടെ കയ്യിൽ നിന്ന് പോയത് എന്തായിരുന്നു? ക്യാഷ് ആണ്. നമ്മുടെ കയ്യിൽ നിന്ന് പോയത് ക്യാഷ്, 10,000 രൂപ മൂല്യമുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. സോ അടുത്തത് നമുക്ക് എന്ത് നോക്കാം? എന്ത് പർച്ചേസ് ചെയ്തിട്ട് കാണണം? നമ്മൾ പർച്ചേസ് എ ലാൻഡ് എന്നുള്ളതാക്കാം, അല്ലെങ്കിൽ പർച്ചേസ് എ ഫർണിച്ചർ. ഫർണിച്ചർ പർച്ചേസ് ചെയ്തു 25,000. സോ അവിടെയും അല്ലെങ്കിൽ 5,000. അവിടെ നമുക്ക് കിട്ടിയത് ഫർണിച്ചർ ആണ്. 5,000 ഫർണിച്ചർ കിട്ടി. സോ വി ആർ ഗിവിംഗ് എ ക്യാഷ് ഈക്വൽ ടു 5,000. 5,000 രൂപയ്ക്ക് നമ്മൾ ഫർണിച്ചർ വാങ്ങിച്ചപ്പോൾ ഫർണിച്ചർ നമുക്ക് കിട്ടി, നമ്മൾ ക്യാഷ് കൊടുത്തു. സോ നമ്മൾ എന്തെങ്കിലും സെയിൽ ചെയ്തു എന്ന് ചോദിക്കാം. സോൾഡ് എ ഓൾഡ് മെഷീനറി സെയിൽ ചെയ്തു എന്ന് ചോദിക്കാം. സോൾഡ് എ മെഷീനറി അല്ലെങ്കിൽ സോൾഡ് എ മെഷീനറി ₹3,000. ഇവിടെ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മളൊരു മെഷീനറി സെയിൽ ചെയ്യുകയാണ്, നമുക്ക് ക്യാഷ് കിട്ടും അല്ലെ? നമ്മൾ മെഷീനറി സെയിൽ ചെയ്യുമ്പോൾ ക്യാഷ് കിട്ടുന്നു, നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് മെഷീനറി ആണ്. സോ റിസീവിംഗ് ആസ്പെക്ട് ക്യാഷ് ഈക്വൽ ടു 3,000. ഗിവിംഗ് ആസ്പെക്ട് മെഷീനറി ഈക്വൽ ടു 3,000. സോ അസറ്റുകൾ മാത്രമല്ല, നമ്മൾ സ്റ്റേഷനറി ഐറ്റംസും വാങ്ങിക്കും, റൈറ്റ്? പർച്ചേസ് എ പെൻ. നമ്മൾ റിസീവ് ചെയ്യുന്നത് എന്താണ്? പെന്നാണ്. 20 rupees-ന്റെ ഒരു പെന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് ക്യാഷ് ആണ്, ഈക്വൽ ടു 20. സോ ഇത്രയും ട്രാൻസാക്ഷൻ, ഇതെല്ലാം ബിസിനസ് നടക്കുന്ന മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആണ് അല്ലെ? മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആണ്, ക്യാഷുമായി ബന്ധപ്പെട്ട് മൂല്യമുള്ള, ക്യാഷിന്റെ വസ്തു മൂല്യമുള്ള ട്രാൻസാക്ഷൻസ് ആണ്. മെഷീനറി, ആദ്യം നമ്മൾ പറഞ്ഞു മെഷീനറി ഒരു 10,000 രൂപ മെഷീനറി വാങ്ങിച്ചു, നമുക്ക് കിട്ടിയത് മെഷീനറി നമ്മുടെ കയ്യിലേക്ക് കിട്ടി, നമ്മുടെ കയ്യിൽ നിന്ന് പോയത് ക്യാഷ് ആണ്. 10,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. സോ അതേപോലെ തന്നെ പർച്ചേസ് ചെയ്തു, ഒരു ഫർണിച്ചർ പർച്ചേസ് ചെയ്തു 5,000 രൂപയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയത് പർച്ചേസ് ആണ്, നമ്മുടെ കയ്യിൽ നിന്ന് പോയത് ക്യാഷ് ആണ്. അതേപോലെ മെഷീനറി സെയിൽ ചെയ്യുകയാണ്, ഇവിടെ പർച്ചേസ് അല്ല, സെയിൽ ചെയ്തു, വിറ്റു നമ്മൾ. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കളി നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും അല്ല? ഓഫ്കോഴ്സ് നമുക്ക് റിസീവ് എ ക്യാഷ്. അപ്പോൾ റിസീവിംഗ് ഐറ്റം ആയിട്ട് ക്യാഷ് എഴുതി. ഗിവിംഗ് ഐറ്റം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് മെഷീനറിയാണ്. സോ പർച്ചേസ് എ പെൻ, പേന റിസീവ് ചെയ്തു, നമ്മുടെ കയ്യിലേക്ക് പേന കിട്ടി, നമ്മൾ കൊടുത്തത് ക്യാഷ് കൊടുത്തു. സോ ഇവിടെ എല്ലാം നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? ഒന്നിലേക്ക് നമുക്ക് കിട്ടിയല്ലേ നമ്മൾ കൊടുത്തത് തിങ്സ് ആണ് അല്ലെ? നമുക്ക് കിട്ടിയത് അല്ലെങ്കിൽ കൊടുത്തത് തിങ്സ് ആണ്, വസ്തുക്കളാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തത്? നമുക്ക് കിട്ടിയതും കൊടുത്തതെല്ലാം വസ്തുക്കളാണ്. സോ ഇത് മാത്രമാണോ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ഒരു ബസ്സിൽ കയറി പോവുകയാണ്, നിങ്ങളൊരു ബസ്സിൽ കയറി പോയി, നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തോ ചിലവാകും, നിങ്ങൾ കൊടുക്കും, ക്യാഷ് കൊടുക്കും, നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? അവർ വേറെ എന്തെങ്കിലും തരും, ടിക്കറ്റ് എന്ന് പറയരുത്. ടിക്കറ്റിന് വേണ്ടിയല്ല നമ്മൾ ബസ്സിൽ കയറിയത് അല്ലേ? നമ്മൾ ക്യാഷ് കൊടുത്തത്, ഇവിടെ ക്യാഷ് കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? മെഷീനറിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ഫർണിച്ചറിന് വേണ്ടിയാണ്. നമ്മൾ ബസ്സിൽ കയറിയത് ടിക്കറ്റിന് വേണ്ടിയാണോ? അല്ല. നമ്മൾ ക്യാഷ് കൊടുക്കുമ്പോൾ അവരെന്ത് തരും? നമുക്ക് കിട്ടിയത് റിസീവിംഗ് ഐറ്റം, ടിക്കറ്റ് എന്ന് ഒരിക്കലും നമ്മൾ പറഞ്ഞു പോയിരുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ ടിക്കറ്റിന് വേണ്ടി അല്ല കാശ് കൊടുത്തത് അല്ലെ? 5 രൂപ അല്ലെങ്കിൽ 20 രൂപ അല്ലെങ്കിൽ 15 രൂപ കൊടുക്കുന്ന ആ ടിക്കറ്റ് അവർ ടിക്കറ്റിന് വേണ്ടിയാണോ? അല്ല. എന്തിനു വേണ്ടിയാണ് നമ്മൾ കാശ് കൊടുത്തത്? So we have to be travel. So there is a destination is there. We have to be travel to there. അല്ലെ? നമുക്കൊരു ഡെസ്റ്റിനേഷൻ, നമുക്കൊരു പോകേണ്ട സ്ഥലമുണ്ട്, അവിടെ പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ക്യാഷ് കൊടുത്തത്. ആ ക്യാഷ് കൊടുത്തതിന് ഒരു തെളിവായിട്ടാണ് അവർ റെസിപ്റ്റ് ആയിട്ടാണ് എന്ത് തന്നത്? ടിക്കറ്റ് തന്നത്. സോ ടിക്കറ്റിനോട് അത്രേ ഉള്ളൂ, നമ്മൾ കൊടുത്തതിന് ഒരു തെളിവ് എന്നുള്ളത് മാത്രമേ ടിക്കറ്റിന് വാല്യൂ ഉള്ളൂ. അപ്പോൾ റിസീവിംഗ് ഐറ്റം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ഒരു സർവീസാണ്. ട്രാവൽ ചെയ്യുക എന്നുള്ളൊരു സർവീസാണ് നമ്മളവിടെ റിസീവ് ചെയ്തത്. ക്ലിയർ? റിസീവ് ചെയ്ത് ടിക്കറ്റ് എന്നുള്ള എല്ലാം അവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ എന്തിനു വേണ്ടിയാണ് അവിടെ ക്യാഷ് കൊടുത്തത്? ഒരു സർവീസ്, ട്രാവൽ ചെയ്യുക എന്നുള്ള സർവീസിന് വേണ്ടിയാണ് ക്യാഷ് കൊടുത്തത്, അല്ലാണ്ട് ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയല്ല കാശ് കൊടുത്തത്. സോ അങ്ങനെയുള്ള അപ്പോൾ തിങ്ങല്ല അവിടെ. അപ്പോൾ എന്തും നമ്മൾ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യും സെയിലും ചെയ്യുന്നുണ്ട്. സർവീസും നമ്മൾ പർച്ചേസിങ് ചെയ്യും, സെയിൽ ചെയ്യും. ഒരു മൊബൈൽ കേടായി, നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ കേടായി, നിങ്ങൾ അവിടെ എന്ത് ചെയ്യും? സർവീസ് സെന്ററിൽ കൊണ്ടേ കൊടുക്കും അല്ലേ? അവിടെ ക്യാഷ് കൊടുക്കും. സോ അവിടെ എന്തിനാണ് ക്യാഷ് കൊടുക്കുന്നത്? മൊബൈൽ നന്നാക്കി തന്നതിന്, റിപ്പയറിംഗ് എന്ന് പറഞ്ഞ സർവീസിന് വേണ്ടി അല്ലെ? റിപ്പയറിംഗ് എന്ന് പറഞ്ഞ സർവീസിന് വേണ്ടി നമ്മൾ ക്യാഷ് കൊടുത്തു. സോ നമ്മളും പ്രൊവൈഡ് ചെയ്യാറുണ്ട്, നമ്മളും പ്രൊവൈഡ് ചെയ്യും. നമ്മൾ മൊബൈൽ നന്നായി കൊടുത്തു എന്ന് വിചാരിക്കുക, നമ്മുടെ ഫേം അതാണ്, അതുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് കൺസൾട്ടൻസി ആണ്. അപ്പോൾ എന്തെങ്കിലും അതേപോലെ ഒരു ബിസിനസ് കൺസൾട്ടൻസി ആണ്, ബിസിനസ് എങ്ങനെയുള്ള ബിസിനസ് തുടങ്ങണം, ലാഭകരമായി എങ്ങനെ തുടങ്ങാം എന്നുള്ള കൺസൾട്ടൻസി ആണെന്ന് വിചാരിക്കുക.
ഇതെല്ലാം എന്താണ് ഫീസ് അല്ലേ. അപ്പൊ ഈ സർവീസിന് ഒരു ഫീസ് ഒരു ഡോക്ടറിന്റെ ആണ്. സോ ഡോക്ടർ തരുന്നത് എന്താ സർവീസ് ആണ് അല്ലേ. അവർ തരുന്ന സർവീസ് ആണ് മെയിൻ ആയിട്ട് ഡോക്ടർ തരുന്നത്. സോ ഇതെല്ലാം അപ്പോൾ ഫീസാണ്. ആ ഡോക്ടറിന്റെ സർവീസിന് നമ്മളൊരു ഫീസ് കൊടുക്കുന്നു. സോ ഇതെല്ലാം സർവീസാണ്. അപ്പോൾ സർവീസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്, സർവീസ് നമ്മൾ സെയിലും ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അങ്ങനെയുള്ള 1-2 ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതേപോലെ തന്നെ റിസീവിങ്ങും ഗിവിങ്ങും ആസ്പെക്ട് ഞാൻ ഇതിനകത്തൊരു ഒരെണ്ണം കൂടെ മാറ്റാം. പെണ്ണിന്റെ കേസ് ഒന്ന് മാറ്റിയിട്ട് നമ്മൾ റിസീവിങ് സർവീസിന്റെ കേസ് നമുക്ക് നോക്കാം. So we have spent a cash flow mobile repairing amount 500. മൊബൈൽ റിപ്പയറിങ്ങിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ക്യാഷ് സ്പെൻഡ് ചെയ്തു. അല്ലെങ്കിൽ മൊബൈൽ റിപ്പയറിംഗ് തന്നെ വേണമെന്നില്ല, ഒരു മെഷീനറി റിപ്പയറിംഗ് എന്നാണ് ബിസിനസ് നടക്കുന്നത്. അപ്പൊ നമുക്കൊരു മെഷീനറി റിപ്പയറിംഗ് ചാർജ് മെഷീനറി റിപ്പയറിംഗ് ചാർജ് 1000. മെഷീനറി റിപ്പയറിംഗ് ചാർജ്, മെഷീനറി എന്തോ കേടായി, അപ്പൊ നമുക്ക് റിപ്പയർ ചെയ്യേണ്ടി വന്നു. സോ നമ്മൾ ചാർജ് ഈടാക്കി 1000 രൂപ ക്യാഷ് കൊടുത്തു. ഇവിടെ സർവീസ് ആണ് നടന്നത് അല്ലെ, മെഷീനറി റിപ്പയർ ചെയ്ത സർവീസ് ആണ് നടന്നത്. അപ്പൊ ഇവിടെ എന്ത് എഴുതാൻ പറ്റും, സർവീസ് അല്ലെ. ഇവിടെ സർവീസ് ആണ്, പക്ഷെ സർവീസ് എന്ന് മാത്രം എഴുതിയാൽ എന്താന്ന് നമുക്ക് മനസ്സിലാവില്ല അല്ലെ. എന്ത് സർവീസാ ചെയ്തേ, റിപ്പയറിംഗ് സർവീസ് ആണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യുക, റിപ്പയറിംഗ് എന്നുള്ളത്, അവിടെ മെഷീനറി റിപ്പയറിംഗ് എന്നുള്ളത് നമ്മൾ കോട്ട് ചെയ്യാം. റിപ്പയറിംഗ് ഓഫ് മെഷീനറി അല്ലെങ്കിൽ മെഷീനറി റിപ്പയറിംഗ് എന്നുള്ളത് കൂട്ടി. അപ്പൊ എന്ത് സർവീസ് ആണോ നമുക്ക് കിട്ടിയത് ആ സർവീസ് കൊടുക്കുക. അല്ലാണ്ട് സർവീസ് മാത്രം എഴുതിയാൽ എന്ത് സർവീസ് ആണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആവില്ല അല്ലെ. ബുക്കിനകത്ത് എഴുതി വെക്കുവാണ് സർവീസ്, ക്യാഷ് കൊടുത്തു സർവീസിന് വേണ്ടി, ക്യാഷ് കൊടുത്തു സർവീസ്. അപ്പൊ എന്ത് സർവീസാണ് നമുക്ക് കിട്ടിയത് അല്ലെങ്കിൽ എന്ത് സർവീസ് നമ്മൾ കൊടുത്തതെന്നുള്ളത് മെൻഷൻ ചെയ്യുക. ഇവിടെ നമ്മുടെ മെഷീനറി റിപ്പയറിംഗ് ആണ്. അപ്പോൾ റിപ്പയറിംഗ് ഓഫ് മെഷീനറി എന്നോ മെഷീനറി റിപ്പയറിംഗ് എന്നോ എഴുതുക. ക്യാഷ് കൊടുത്തു ഈക്വൽ ടു 1000. സോ അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് നമുക്ക് ഒരു വസ്തുക്കളും പർച്ചേസ് ചെയ്യാം, അതേപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്നതാണ് സർവീസും നമുക്ക് പർച്ചേസ് ചെയ്യുന്നത്, നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ട്, സർവീസ് കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടത്തിയാൽ എന്ത് കിട്ടി എന്ത് കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ ആദ്യം മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഒരു മോണിറ്ററി ട്രാൻസാക്ഷൻ നടന്നാൽ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മൾ റിസീവ് ചെയ്തത്, എന്താണ് കൊടുത്തത്. സർവീസിന്റെ കേസിൽ ഞാൻ ബസ് യാത്ര ചെയ്തപ്പോൾ ഞാൻ അതാ പ്രത്യേകം ബസ് യാത്രയുടെ കേസ് പറഞ്ഞത്. അപ്പോൾ ബസ് യാത്ര ചെയ്യുമ്പോൾ ക്യാഷ് കൊടുത്തു, കിട്ടി എന്താണ് നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരും, കിട്ടുന്നത് ടിക്കറ്റ് ആണല്ലോ കിട്ടുന്നത് ടിക്കറ്റാണ്. പക്ഷെ നമ്മൾ ടിക്കറ്റിന് വേണ്ടി അല്ല ക്യാഷ് കൊടുത്തത്, ട്രാവൽ ചെയ്യാൻ വേണ്ടിയാണ് ക്യാഷ് കൊടുത്തത്. സോ ദാറ്റ്സ് എ സർവീസ്. അതിന് വേണ്ടിയാണ് ഞാൻ പ്രത്യേകം ബസ്സിന്റെ കേസ് എടുത്ത് പറഞ്ഞത്. സോ അതേപോലെ തന്നെയാണ് മൊബൈൽ റിപ്പയറിംഗ്, മെഷീനറി റിപ്പയറിംഗ്, വേറെ എന്ത് സർവീസ് ആണെങ്കിലും. സോ നമ്മളൊരു മൊബൈൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നു, അവർ റീചാർജ് ചെയ്യുന്നു. ആ റീചാർജ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്, ആ കോളിംഗ് എന്ന് പറയുന്ന സർവീസ് അല്ലെങ്കിൽ നെറ്റ് യൂസ് ചെയ്യുന്ന സർവീസിന് വേണ്ടിയാണ്. സോ ആ ഐഡിയ സെല്ലുലാർ ലിമിറ്റഡിന് വേണ്ടി അല്ലെങ്കിൽ എയർടെലിന് വേണ്ടി നമ്മളൊരു കൊടുത്തു. അപ്പോൾ അവിടെ സർവീസ് നമുക്ക് കിട്ടുകയാണ്, അവരുടെ സർവീസ് നമുക്ക് കിട്ടി, ആ സർവീസിന് വേണ്ടി നമ്മൾ ക്യാഷ് കൊടുത്തു. അതേപോലെ നമ്മളും പ്രൊവൈഡ് ചെയ്യുന്നു. സോ അപ്പോൾ തിങ്സ് മാത്രമല്ല സർവീസ് നമ്മൾ റിസീവ് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. സോ നമുക്ക് ജസ്റ്റ് ജനറലിലേക്ക് ഇനി നേരെ കിടക്കുവാണ് ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കേസ് എന്ത് നമുക്ക് കിട്ടി, എന്ത് സ്വീകരിച്ചു, എന്ത് കൊടുത്തു എന്നുള്ളത് മനസ്സിലാക്കുക. സോ അതിനുശേഷം ഒറ്റ കേസ് നമുക്ക് റിസീവ് ചെയ്തത് ഡെബിറ്റ് ആയിട്ടും നമ്മുടെ കയ്യിൽ പോയത് ക്രെഡിറ്റ് ആയിട്ടും എഴുതുക. വളരെ സിമ്പിളാണ്. നമ്മൾ റിസീവ് ചെയ്തത് എന്താണോ റിസീവ് ചെയ്തത് അതിനെ ഡെബിറ്റ്. ജലണ്ടർ എഴുതുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ റിസീവ് ചെയ്തത് അതിനെ ഡെബിറ്റ് ചെയ്യാം. വേറെ ഒരു റൂളിനെയും ഇതിനെ മിങ്കിൾ ചെയ്യേണ്ട. തൽക്കാലം റൂളെല്ലാം വിട്ടോളൂ, തൽക്കാലം റൂളിനെ കുറിച്ച് ഒന്നും ആലോചിക്കേണ്ട. സോ നമ്മൾ റിസീവ് ചെയ്തത് ഡെബിറ്റ് ചെയ്യാം, നമ്മൾ പേ ഓഫ് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ കൊടുത്തത് ക്രെഡിറ്റ് ചെയ്യാം. അത്രയും മാത്രം ആലോചിക്കുക, വേറെ ഒന്നും തൽക്കാലം ചെയ്യേണ്ട. റിസീവ് ചെയ്തത് ഡെബിറ്റ് ചെയ്യാം, കൊടുത്തത് ഗിവൻ ക്രെഡിറ്റ് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ജേർണൽ എൻട്രി എങ്ങനെയായിരിക്കും? ഇതിന്റെ ജേർണൽ എൻട്രി വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. റിസീവ് ചെയ്തത് ഫസ്റ്റ് റിസീവ് ചെയ്തത് എന്താണോ, മെഷീനറി ആണ്. ഇപ്പൊ ജേർണൽ എൻട്രി എഴുതുമ്പോൾ നമുക്ക് ഫോർമാറ്റ് ഉണ്ട്. തൽക്കാലം ഫോർമാറ്റ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ജേർണൽ എൻട്രിയുടെ രൂപം. അതായത് ഡേറ്റ്, particulars, ledger folio, debit amount, credit amount.
ഇതാണ് സാധാരണ ഒരു ജേണൽ എൻട്രി രൂപം. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ ജേണൽ എൻട്രി എഴുതുമ്പോൾ എപ്പോഴും ഈ ഫോർമാറ്റിനകത്ത് വരച്ച് വേണം എഴുതാൻ. ഇവിടെ തൽക്കാലം സ്പേസ് ഇല്ലാത്ത കാരണം ഞാൻ അല്ലാണ്ട് എഴുതി വിടുവാണ്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്താണോ മെഷീനറി പർച്ചേസ് ചെയ്തു എന്നാണോ. അപ്പോൾ നമ്മൾ റിസീവ് ചെയ്ത മെഷീനറി ആണോ അതിനെ ഡെബിറ്റ് ചെയ്യുക. മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ഒരു സ്പേസ് ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു സ്പേസ് വിട്ടിട്ട് ടു ടിയുടെ ടി ക്യാപിറ്റൽ ഇവിടെ ഡെപ്റ്ററിന് ഡി ക്യാപിറ്റൽ. സോ ടു എന്ന് എഴുതിയിട്ട് എന്താണ് കൊടുത്തത് ക്യാഷ്. അപ്പൊ നമ്മൾ എത്ര രൂപയ്ക്കാണ് 10,000 രൂപ ഡെബിറ്റ് സൈഡിൽ. ക്രെഡിറ്റ് സൈഡിൽ ഇപ്പുറത്തേക്ക് മാറ്റി ഇങ്ങനെ മാറ്റി നോക്കണ്ട. നിങ്ങൾ രണ്ട് എമൗണ്ട് കോളമാണ് ഇവിടെ അല്ലെ. ഡെബിറ്റ് എമൗണ്ട് കോളം ഇവിടെയാണ്, ക്രെഡിറ്റ് എമൗണ്ട് കോളം ഇവിടെയാണ്. സോ അപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ രണ്ട് കോളമായിട്ട് നിങ്ങൾ എഴുതിക്കോളൂ. ഇങ്ങനെ വരും. സോ അപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു. രണ്ടാമത്തെ എന്തായിരുന്നു നമുക്ക് കിട്ടിയത് ഫർണിച്ചറാണ്. അപ്പൊ ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു കൊടുത്തത് ക്യാഷ് ആണ്. എമൗണ്ട് 5,000. ഇവിടെ അടുത്ത പറയാണ് സെയിൽ ഓഫ് മെഷീനറി. സോ ഇവിടെ കിട്ടിയത് എന്താണ് ക്യാഷ് ആണ്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽ ചെയ്തത് മെഷീനറി ആണ്. ടു മെഷീനറി 3,000. അടുത്തത് മെഷീനറി റിപ്പയർ ചെയ്തു അല്ലെ. ഇപ്പൊ റിപ്പയറിംഗ് ഓഫ് മെഷീനറി അല്ലെ. സോ നമ്മൾ എന്താ കൊടുത്തത് ക്യാഷ് കൊടുത്തു. അപ്പൊ മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നിട്ട് അവിടെ ബ്രാക്കറ്റിൽ റിപ്പയറിംഗ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നിട്ട് ബ്രാക്കറ്റിൽ എന്ത് ചെയ്താൽ മതി ഇവിടെ റിപ്പയറിംഗ് ഓഫ് മെഷീനറി എന്നും പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നു. സോ അപ്പോൾ റിപ്പയറിംഗ് ഓഫ് മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതി കൊടുത്തു. അതിന്റെ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് 1,000 എന്നും പറഞ്ഞ് നമ്മൾ എഴുതുക. സോ ഇതാണ് ജേണൽ എൻട്രി. നമുക്ക് എഴുതാനുള്ള വളരെ എളുപ്പമുള്ളൊരു തിങ്. അല്ലെങ്കിൽ ഒരു സർവീസ് റിസീവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഗിവൻ ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത് അല്ലെ. ഇനിയിപ്പോൾ നമ്മൾ ഇതെല്ലാം അസറ്റാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം അസറ്റുകളാണല്ലോ പർച്ചേസ് ചെയ്തത് സെയിൽ ചെയ്തത് ഇതെല്ലാം അസറ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് ഒരു ലയബിലിറ്റി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത് എന്നുള്ളതാണെങ്കിൽ നമുക്ക് അതൊന്ന് നോക്കാം. എങ്ങനെ ഒരു ലയബിലിറ്റി വന്നു കഴിഞ്ഞാൽ എന്ത് നമുക്ക് സംഭവിക്കും. അല്ലെങ്കിൽ ഒരു ബാങ്ക് ലോൺ എടുത്തു. ബാങ്ക് ലോൺ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു. ലോൺ എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്. നമുക്ക് കിട്ടുന്നത് ക്യാഷ് കിട്ടും അല്ലെ. നമുക്ക് കിട്ടുന്നത് ക്യാഷ് കിട്ടും. നമ്മൾ കൊടുക്കുന്നത് എന്തായിരിക്കും അവിടെയാണ് നോക്കേണ്ടത്. നമ്മൾ കൊടുക്കുന്നത് ക്യാഷ് കിട്ടി. അപ്പോൾ തന്നെ നമ്മൾ എന്ത് കൊടുക്കുന്നു ഒരു പ്രോമിസാണ് കൊടുക്കുന്നത് അല്ലെ. ഒരു പ്രോമിസാണ് കൊടുക്കുന്നത്. എന്ത് പ്രോമിസാണ് കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്നത് തരാം അല്ലെ. നമ്മൾ ക്യാഷ് തരാം എന്നുള്ള പ്രോമിസേ കൊടുക്കുന്നുള്ളൂ. സോ അപ്പൊ ആ പ്രോമിസ് കൊടുക്കുന്നത് ആർക്കാണ്. നമ്മളുടെ കേസിൽ നമ്മുടെ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് എല്ലാം ചിന്തിക്കേണ്ടത്. ജേണൽ എൻട്രി എല്ലാം ചിന്തിക്കേണ്ടത് ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിലാണ്. ബിസിനസ് നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ മെഷീനറി കിട്ടി ആർക്കാണ് നമ്മൾക്കാണോ അല്ല ബിസിനസ്സിന് അല്ലെ. നമ്മൾ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ നമ്മൾ ബിസിനസ് ആർക്കാണോ പ്രോമിസ് കൊടുത്തത് അയാളുടെ പേരാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, പ്രോമിസ് നല്ല എഴുതേണ്ടത് ബിസിനസ് ആർക്കാണോ കൊടുത്തത് അയാളുടെ പേര് എഴുതുക. നമ്മളിപ്പോൾ ഒരു 1 lakhന്റെ എമൗണ്ട് ആണ് ലോൺ ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി ക്യാഷ് കിട്ടി അല്ലെ. അപ്പൊ ഇവിടെ ആർക്കാണോ കൊടുത്തത് അവിടെ പേര്. ഇപ്പൊ HDFC ബാങ്ക് ആണെങ്കിൽ HDFC ബാങ്ക് എന്ത് ലോണാണോ അത്. അപ്പൊ കാർ ലോൺ അല്ലെങ്കിൽ ഹോം ലോൺ എന്താണോ HDFC ബാങ്ക് കാർ ലോൺ. സോ നമ്മൾ പ്രോമിസ് കൊടുത്തു. സോ പ്രോമിസ് കൊടുത്തപ്പോഴത്തേക്കും അവരുടെ പേരങ്ങ് എഴുതി. സോ നമ്മൾ അടുത്ത വർഷം അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഓരോ വർഷം കൂടുമ്പോഴാണ് പേ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളിതിപ്പോൾ ബാങ്കിൽ നിന്നല്ല ഒരാളുടെ നിന്നാണ് എടുത്തതെന്ന് വിചാരിക്കുക. ബാങ്ക് ലോണൊന്നും വേണ്ട, ഒരു ലോണെന്ന് മാത്രമാക്കാം. കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ബാങ്ക് ലോണിന്റെ കേസ് ഞാൻ അടുത്തേക്ക് പറഞ്ഞുതരാം. ഒരാളുടെ ഒരു വ്യക്തിയുടെ ലോണായിട്ട് കുറച്ച് എമൗണ്ട് വാങ്ങിച്ചു. ടേക്കൺ എ ലോൺ ഫ്രം മിസ്റ്റർ എ എന്നുള്ള ആളുടെ എ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എയിൽ നിന്നും ലോൺ എടുത്തു അല്ലെ. എയുടെ കയ്യിൽ നിന്നും ലോൺ എടുത്തു. സോ അയാളോട് പറയുകയാണ് നെക്സ്റ്റ് മന്തിൽ
ഞാൻ ക്യാഷ് തന്നേക്കാം. നെക്സ്റ്റ് മന്തിൽ ഇതിൻ്റെ എമൗണ്ട് ഞാൻ ക്യാഷ് തന്നേക്കാം. ലോണായിട്ട് അല്ലെങ്കിൽ ഒരു മറിക്കാൻ വേണ്ടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂട്ടുകാരുടെ നിന്നൊക്കെ വാങ്ങിക്കാറുണ്ട് അല്ലേ. നമ്മുടെ ഫ്രണ്ടിൻ്റെ ഇത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അമൽ ഏതെങ്കിലും ഒരു പേരിലുള്ള ഒരു ഫ്രണ്ടിൻ്റെ ഇത് കുറച്ച് കാശ് നമ്മൾ കുറച്ചൊന്ന് കടമായിട്ട് ഒരു 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് എനിക്ക് എത്താം, ഞാനത് അടുത്ത ദിവസം തന്നേക്കാം. സോ അപ്പോൾ നമ്മൾ പ്രോമിസ് കൊടുത്തു. ആകെ കൊടുത്ത എ എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് പ്രോമിസ് കൊടുത്തത്. അപ്പോൾ എയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ എ എന്ന് പറഞ്ഞ് കൊടുത്തു 10,000. സോ അടുത്ത മാസം ആ ഡേറ്റ് ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്യുവാണ്, എക്ക് കാശ് കൊടുത്തു അല്ലേ. എക്ക് കാശ് കൊടുത്തു. നമ്മളപ്പോൾ എന്ത് എഴുതുന്നു, ക്യാഷ് എന്ന് പറഞ്ഞ് 10,000 എക്ക് കൊടുത്തു. ഇനി അപ്പം എന്ത് ചെയ്യണം, ഈ എക്ക് ആ പ്രോമിസ് നമ്മൾ വീട്ടി അല്ലേ. പ്രോമിസ് പിന്നെ എന്ത് ചെയ്തു, നമ്മൾ കറക്റ്റായിട്ട് പ്രോമിസ് വീട്ടി. അപ്പം എന്ത് ചെയ്യണം, ആ എയുടെ പേര് ഇവിടെ എഴുതണം, എമൗണ്ട് 10,000. എ ക്യാൻസൽ ചെയ്യണം അല്ലേ. എക്ക് പ്രോമിസ് കൊടുത്തു, ആ പ്രോമിസ് ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ പാലിച്ചു. പ്രോമിസ് പാലിച്ചപ്പോഴത്തേക്കും ആ എക്ക് പിന്നെ കാശ് കൊടുക്കാനില്ല, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, എ ക്യാൻസൽ ചെയ്യണം. അതുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എ എഴുതി. അപ്പോൾ എ എഴുതി നമ്മൾ ക്യാഷ് 10,000 കൊടുത്തു. സോ ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ ഒരാളിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചു, നമ്മൾ എന്ത് ചെയ്തു, പ്രോമിസ് കൊടുത്തു അല്ലേ. ക്യാഷ് വാങ്ങിച്ചു, പ്രോമിസ് കൊടുത്തു, തിരിച്ചു തരാമെന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മൾ തിരിച്ചു കൊടുത്തു, ക്യാഷ് 10,000 കൊടുത്തു, ആർക്ക്, ആ വ്യക്തിക്ക് കൊടുത്തു. അതുകൊണ്ട് ആ വ്യക്തിയെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതി. ഇവിടെ നമുക്കപ്പോൾ എന്ത് ചെയ്യാം, ജേണൽ എൻട്രി ആദ്യം എഴുതുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു എ അല്ലേ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു എ എന്ന് പറഞ്ഞ് എഴുതി. ആ പ്രോമിസ് വീഴുമ്പോഴോ നേരെ തിരിച്ച് ഇവിടെ റിസീവ് സൈഡിൽ ഏതാ എഴുതുന്നത്, എസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്. ഇത് പ്രോമിസിന്റെ കേസിൽ വരുമ്പോൾ അല്ലെ. ഇവിടെ നമ്മളോട് സർവീസോ തിങ്ങൊന്നും റിസീവ് ചെയ്യുന്നതായിട്ടല്ല, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നില്ല. ഇപ്പൊ നിലവിൽ കൊടുക്കുന്നതേ ഉള്ളൂ, ഒരു പ്രോമിസേ കൊടുക്കുന്നുള്ളൂ, അടുത്ത ദിവസം തരാം എന്ന് പറഞ്ഞൊരു പ്രോമിസാണ് കൊടുക്കുന്നത്. സോ നമുക്ക് ഇതേപോലെ തന്നെ വേറൊരു സിറ്റുവേഷൻ നോക്കാം. ഇപ്പൊ ക്യാഷ് വാങ്ങിച്ചായിട്ടല്ല, നമുക്ക് വേറൊരു സിറ്റുവേഷൻ കൂടി നോക്കിയേക്കാം. നമ്മൾ ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു മൊബൈൽ വാങ്ങിച്ചു തന്നെ ഇരിക്കട്ടെ. ഒരു മൊബൈല് നമ്മുടെ ഫ്രണ്ടിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത്. ഓക്കെ, മൊബൈൽ ഫ്രണ്ടിൽ നിന്ന് വാങ്ങിച്ചു. മൊബൈൽ ഫ്രണ്ടിന്റെ പേര് എന്ന് പറയുന്നത് അനിൽ നായിക്. അനിൽ എന്ന് പറഞ്ഞ നമ്മുടെ ഫ്രണ്ടിന്റെ ഇത് മൊബൈൽ വാങ്ങിച്ചു. സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടി, മൊബൈൽ കിട്ടി അല്ലേ. നമുക്കപ്പോൾ മൊബൈൽ കിട്ടി. മൊബൈലിന്റെ സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു, അതുകൊണ്ടൊരു 5,000 അല്ലെങ്കിൽ 15,000 കുറച്ച് വില കൂടിയ മൊബൈൽ തന്നെ ഇരിക്കട്ടെ. 15,000 ഒരു മൊബൈൽ വാങ്ങിച്ചു. നമ്മൾ എന്നിട്ട് പറയുകയാണ്, പ്രോമിസ് കൊടുക്കുകയാണ്, അത് ഞാനത് ഒരു 2 ദിവസത്തിനുള്ളിൽ ക്യാഷ് തന്നേക്കാം. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ആ ക്യാഷ് നിനക്ക് തന്നേക്കാം. സോ ഫ്രണ്ട് ആയതുകൊണ്ട് സമ്മതിച്ചു, നമ്മൾ ഫ്രണ്ട് അല്ലേ, നമ്മൾ എല്ലാ ദിവസവും കാണുന്ന ആളാണ്, അതുകൊണ്ട് നല്ല വിശ്വാസമുള്ള ഫ്രണ്ടാണ് എന്ന് തന്നെ വിചാരിച്ചോളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ക്യാഷ് കൊടുക്കാം. അപ്പോൾ പ്രോമിസ് ചെയ്തു. ആരോടാണ് പ്രോമിസ് ചെയ്തത്, അനിൽ എന്ന് പറഞ്ഞ ഫ്രണ്ടിനോടാണ് പ്രോമിസ് ചെയ്തത്. സോ 15,000 രൂപ തന്നേക്കാന്ന് പറഞ്ഞു. അപ്പൊ 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ക്യാഷ് കൊടുക്കുവാണ്. അപ്പൊ ക്യാഷ് കൊടുത്തു, 15,000 കൊടുത്തു. എന്ത് ചെയ്യണം, അനിലിനെ ആ പ്രോമിസ് വീടി അനിലിനെ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു. പ്രോമിസ് നമ്മൾ ചെയ്ത പ്രോമിസ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പാലിച്ചു നമ്മൾ അക്കംപ്ലിഷ് ചെയ്തു. നമ്മൾ കാശ് കൊടുത്തു, അനിലിനെ ഇങ്ങോട്ട് എഴുതി. അപ്പൊ ജേണൽ എൻട്രി എങ്ങനെ എഴുതും, ആദ്യത്തെ ട്രാൻസാക്ഷൻ എഴുതുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയത് മൊബൈലാണ്. മൊബൈൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു അനിൽ. അനിലിന് പ്രോമിസ് കൊടുത്തു. പിന്നെ എന്ത് ചെയ്തു, അനിലിന്റെ പ്രോമിസ് നമ്മൾ വീടി. അപ്പൊ അനിൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്. സോ റിസീവിംഗ് ഐറ്റം, ഗിവിംഗ് ഐറ്റം. ഇവിടെ ഒരു പ്രോമിസ് ആണ് കൊടുക്കുന്നത്. നമ്മൾ ഒരു ഐറ്റം കൊടുക്കുന്നില്ല, ഒരു സർവീസും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആദ്യം പ്രോമിസ് കൊടുക്കുന്നു, പിറ്റേ ദിവസം ആ പ്രോമിസ് കേൾക്കുന്നു. സോ ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു കേസും കൂടി നോക്കാം. നമ്മളൊരു ബൈക്കാണ് വാങ്ങിക്കുന്നത് വിചാരിക്കാം. ഒരു ബൈക്ക് വാങ്ങിക്കുകയാണ്. ബൈക്ക് വാങ്ങിക്കുന്നു, മനു എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് ബൈക്ക് വാങ്ങിക്കുക. എമൗണ്ട് ഒരു 35,000 രൂപ വിലയുള്ള ബൈക്കാണ് വാങ്ങിച്ചത്. സോ നമുക്കപ്പോൾ എന്ത് കിട്ടി, ബൈക്ക് കിട്ടി. 35,000 ബൈക്ക് കിട്ടി. നമ്മൾ പ്രോമിസ് കൊടുത്തു, നിനക്ക് ക്യാഷ് തന്നേക്കാം അല്ലെ, ക്യാഷ് തന്നേക്കാം. അല്ലെങ്കിൽ ഈ രീതിയിലേക്കാവാം, നമുക്ക് കുറച്ച് ക്യാഷ് കൊടുക്കാം. കുറച്ച് ക്യാഷ് കൊടുത്തു. ക്യാഷ് ഒരു 25,000 രൂപ ക്യാഷ് കൊടുത്തു. എന്നിട്ട് പറയണം, മനു പ്രോമിസ് ആയിട്ട് ഞാൻ 10,000 രൂപ ഞാൻ അടുത്ത ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ തന്നേക്കാം നിനക്ക്. അപ്പൊ പ്രോമിസ് കൊടുത്തത് ആർക്കാ പ്രോമിസ് കൊടുത്തത്, മനുവിന് പ്രോമിസ് കൊടുത്തു, ഒരു 10,000 രൂപ തന്നേക്കാം. ക്യാഷ് ആയിട്ട് കൊടുത്തത് 25,000 രൂപയാണ്. അല്ല, 35,000 കൊടുക്കേണ്ട സ്ഥലത്ത് നമ്മൾ ക്യാഷ് കൊടുത്ത് 25,000, പ്രോമിസ് കൊടുത്തത് 10,000.
സോ അപ്പോൾ ആ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബാലൻസ് ഉള്ള ക്യാഷായ 10,000 രൂപ അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ആ മനുവിനെ എങ്ങോട്ട് കൊണ്ടുവരണം, ഇവിടെ കൊണ്ടുവരണം. മനൂസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് 10,000 രൂപ ഇവിടെ കൊണ്ടുവരണം. സോ ഇവിടെ നമുക്കപ്പോൾ ഒരു വെറൈറ്റി വന്നു അല്ലേ. ഇതിന് മുമ്പത്തെ എല്ലാം ഒരു ഐറ്റം, നമ്മൾ 2 ഐറ്റം, ഒരു പ്രോമിസും ക്യാഷും കൂടിയാണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഇവിടെ ജേണൽ എൻട്രി എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ ജേണൽ എൻട്രി എഴുതുമ്പോൾ ബൈക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ടു മനു, 2 ഐറ്റമാണ് നമ്മൾ കൊടുത്തത് അല്ലേ. ക്യാഷും കൊടുത്തു, മനുവും കൊടുത്തു. അപ്പോൾ ക്യാഷ് ആയിട്ട് കൊടുത്തത് 25,000ഉം പ്രോമിസ് ആയിട്ട് കൊടുത്തത് 10,000ഉം ടോട്ടൽ 35,000 ആണ് കൊടുത്തത്. അതിനുശേഷം ആ പ്രോമിസ്, ഇനിയിപ്പോൾ ഈ ക്യാഷ് വേണ്ട, പിന്നെ പ്രോമിസ് മാത്രം നമ്മൾ വീടിയാൽ മതി. മനു എന്ന് പറഞ്ഞാൽ 10 അല്ലേ, ക്യാഷ് ആയിട്ട് കൊടുത്തത് 10. സോ ഇവിടെ നമ്മൾ പ്രോമിസ് കൊടുക്കുന്ന കേസാണ് പറഞ്ഞത്. അപ്പോൾ പല ഘട്ടങ്ങളായിട്ട് ലോണൊക്കെ എടുക്കുമ്പോൾ പല ഗഡുക്കളായിട്ടാണ് ലോൺ എടുക്കുന്നത്, ലോൺ നമ്മൾ തിരിച്ചടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ നേരത്തെ ഒരു HDFC ബാങ്കിന്റെ കേസ് പറഞ്ഞു, 1 ലക്ഷം രൂപ എടുത്ത കേസ് പറഞ്ഞു. അപ്പോൾ ഓരോ 10,000 രൂപ വെച്ചാണ് ഓരോ മാസം അടക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യം നമുക്കത് എഴുതി നോക്കാം അല്ലെ. ബാങ്ക് ലോൺ എടുക്കുമ്പോഴത്തേക്ക് എങ്ങനെ നമുക്ക് ഓരോ ജേണൽ എൻട്രി വന്നു എന്നുള്ളത് നമുക്കൊന്ന് ചുമ്മാ നോക്കാം. അപ്പോൾ നമ്മൾ HDFC ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടി, 1 lakh കിട്ടി. പ്രോമിസ് കൊടുത്തു, HDFC ബാങ്കിന് പ്രോമിസ് കൊടുത്തു. സോ ആ പ്രോമിസ് ക്ലിയർ ചെയ്താണ് ആദ്യത്തെ മാസം 10,000 രൂപ കൊടുക്കുന്നു. അങ്ങനെ ഓരോ മാസമായിട്ട് കൊടുക്കുവാണ്. അപ്പോൾ ബാലൻസ് വരുന്നത് പിന്നെയും വരുന്നുണ്ട് അല്ലേ HDFC ബാങ്കിൽ. പിന്നെ അടുത്ത പ്രോമിസ് കൊടുക്കുവാണ് 90,000. അങ്ങനെ കുറഞ്ഞ് വരും. അപ്പോൾ ഇവിടെ HDFC ബാങ്കിന്റെ ഫുൾ ആയിട്ട് ഇവിടെ കൊടുത്തു നമ്മൾ ഇല്ല, 90,000. അപ്പോൾ 10,000 കൊടുത്തുള്ളൂ. അപ്പോൾ ബാക്കി 90,000 കിടക്കുന്നുണ്ട്. ഇവിടെ 1 lakh കിടക്കുന്നുണ്ട്. ഇവിടെ 1 lakhനകത്ത് നമ്മൾ എത്ര കൊടുത്തുള്ളൂ, 90,000 കൊടുത്തുള്ളൂ, 10,000 കൊടുത്തുള്ളൂ. അപ്പോൾ ബാക്കി 90,000 തരാമെന്ന് പ്രോമിസ് ചെയ്യുന്നു. അതേപോലെ തന്നെ അടുത്ത തവണ വീണ്ടും എന്ത് ചെയ്യുന്നു, 90,000 ഉണ്ട്, പക്ഷെ നമ്മൾ വീണ്ടും 10,000 ക്യാഷ് കൊടുക്കുന്നു, ബാലൻസ് പ്രോമിസ് കൊടുക്കുന്നു, 80,000 അടുത്ത മാസം തന്നേക്കാം. സോ അങ്ങനെ എഴുതി പോകുന്നു. ഇതാണ് ഒരു ലോണിന്റെ കേസിൽ നമ്മൾ എഴുതി പോകുന്നത്. ഒരു ഇൻസ്റ്റാൾമെന്റിന്റെ കേസിലൊക്കെ എഴുതി പോകുന്ന കേസ് ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ തവണ റൂളൊന്നും നോക്കാതെ തന്നെ, ഇതിപ്പോ നമ്മൾ ഈ കേസിലെ റൂള് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് നോക്കിയില്ല. ഇതൊന്നും നോക്കാതെ തന്നെ ജേണൽ എൻട്രി എഴുതിയ ഒരു പാറ്റേൺ ആണ് ഞാനൊന്ന് പറഞ്ഞത്. ഒരു സിമ്പിൾ ടെക്നിക്കാണ് പറഞ്ഞത്. ഇത് കൂടാതെ ഇനിയും വേറൊരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. റിസീവിങ്, ഗിവിങ്, ഇതൊന്നുമല്ല, നമ്മൾ വേറൊരു കാര്യം പറയുകയാണ്. ഇപ്പൊ പ്രോമിസ് കൊടുത്തു നമ്മൾ പറഞ്ഞു അല്ലെ. പ്രോമിസ് കൊടുത്തു. ഈ പ്രോമിസ് ചിലപ്പോ എല്ലാ തവണയും കറക്റ്റായിട്ട് വീഴണമെന്നില്ല. നമുക്ക് ക്യാഷ് തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം സെയിൽ ചെയ്യാം അല്ലെ. ഒരു മൊബൈല് സെയിൽ എ മൊബൈൽ, സോൾഡ് എ മൊബൈൽ 10,000 ഒരു കസ്റ്റമർക്ക് കൊടുത്തു, 10,000 ടു എ. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്, പ്രോമിസ് കിട്ടുകയാണ് ചെയ്തത് അല്ലെ. നമ്മൾ കൊടുത്തത് മൊബൈൽ കൊടുത്തു, 10,000 രൂപ വിലയുള്ള മൊബൈൽ കൊടുത്തു. അടുത്ത മാസം അല്ലെങ്കിൽ നാളെ തരാമെന്ന് പറഞ്ഞു, പ്രോമിസ് ചെയ്തു. അപ്പൊ പ്രോമിസ് ചെയ്ത ആളുടെ പേര് എന്ന് പറഞ്ഞാൽ എ ആണ്. അപ്പൊ എ നമുക്ക് പ്രോമിസ്, നമുക്ക് ഇവിടെ കിട്ടിയത് പ്രോമിസ് ആണ്, അതുകൊണ്ട് എ റിസീവിങ് ഐറ്റം ആയിട്ട് എഴുതി. സോ അടുത്ത മാസം ആയപ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്തില്ല, എ ക്യാഷ് തന്നിട്ടില്ല. എ ക്യാഷ് നമുക്ക് തന്നില്ല. സോ അപ്പം എ ഇങ്ങോട്ട് മാറ്റാൻ പറ്റും. എ ഇങ്ങോട്ട് മാറി, എ ക്യാഷ് തന്നില്ല, നമുക്ക് പിന്നെ കിട്ടില്ല എന്ന് മനസ്സിലായി. സോ എന്ത് പറ്റി, ആ എമൗണ്ട് അവിടെ ലോസ് വന്നു അല്ലെ. ഈ ലോസിനെ നമുക്ക് ടെക്നിക്കലി പറയുന്നത് സെയിൽ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് പ്രോമിസ് കിട്ടിയ ശേഷം ആ പ്രോമിസ് നമുക്ക് കറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്ത് ക്യാഷായി വന്നില്ല. നമുക്ക് തരാമെന്ന് പറഞ്ഞ ക്യാഷ് നമുക്ക് തന്നില്ല, പ്രോമിസ് ചെയ്ത ആൾ നമ്മളെ പറ്റിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ലോസ് വന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ ലോസിന് നമ്മൾ ടെക്നിക്കലായിട്ട് പറയുന്ന പേരാണ് ബാഡ് ഡെറ്റ്. സെയിൽ ചെയ്തു, ക്യാഷ് തിരിച്ച് കിട്ടിയില്ല എങ്കിൽ, ക്യാഷ് തരാമെന്ന് പറഞ്ഞിട്ട് തന്നില്ല. സോ അങ്ങനെ നമുക്ക് ലോസ് സംഭവിച്ചു. നമ്മൾ കണ്ടു അല്ലെ, മൊബൈൽ കൊടുത്തു, നമുക്ക് പ്രോമിസ് കിട്ടി, ആ പ്രോമിസ് വീടിയില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ലോസ് വന്നു. സോ അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ആ ലോസിനെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത്, കിട്ടാക്കടം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ജേണൽ എൻട്രി എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും, ആദ്യം എസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മൊബൈൽ, നമ്മൾ മൊബൈലാണ് സെയിൽ ചെയ്തത്. സോ ആ എമൗണ്ട് ഇവിടെ എഴുതി, 10K എന്നുള്ള എമൗണ്ട് ആയിരുന്നു, അത് എഴുതി. സോ അതിനുശേഷം നമ്മൾ എന്താണ് ഇവിടെ ലോസ് ആണ് വന്നത് അല്ലെ. ലോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ടെക്നിക്കലി പറഞ്ഞത് ബാഡ് ഡെറ്റ് ആണ്.
ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എ 10K. ഇവിടെ നമുക്ക് ക്യാഷ് കിട്ടുന്നതിന് വരെ നമുക്ക് ഇവിടെ ലോസ് വന്നു. അപ്പൊ സെയിൽ ചെയ്ത വഴി നമുക്ക് വന്ന ലോസ്, അങ്ങനെ വരുന്ന ലോസ് ആണ് എന്ത് ചെയ്യുന്നത് ബാഡ് ഡെറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന അക്കൗണ്ടിങ്ങിൽ ഒരു ടെക്നിക്കൽ ടൈം ആണത്. സെയിൽ ചെയ്ത വഴി നമുക്ക് ക്യാഷ് കിട്ടിയില്ല എങ്കിൽ ക്യാഷ് കിട്ടില്ല എന്ന് ഉറപ്പായാൽ അത് എഴുതുന്നത് ബാഡ് ഡെറ്റ് എന്നുള്ള രീതിയിലാണ്. ആ ബാഡ് ഡെറ്റ് ആണ് നമ്മളിവിടെ എഴുതി വെക്കുന്നത്. സോ ഇതാണ് നമ്മൾ ഈ സെഷനിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഇതാണ് റൂളിലൊന്നും പ്രത്യേകിച്ച് റൂളൊന്നും കാര്യങ്ങളൊന്നും പഠിക്കാതെ തന്നെ റിസീവിങ്ങും ഗിവിങ് ആസ്പെക്ട്, ഒരു ട്രാൻസാക്ഷൻ കിട്ടി, എന്ത് കൊടുത്തു എന്നുള്ളത് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ജേർണൽ എൻട്രി കൺസ്ട്രക്ട് ചെയ്യുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. സോ നിങ്ങൾ ഇതിനു മുമ്പ് ഇതൊന്നും മനസ്സിലാക്കി ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബിഗിനേഴ്സിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് റൂളോ കാര്യങ്ങളൊക്കെ പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് അത് അപ്ലൈ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട്, കുറച്ച് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. സോ അതിന് മുമ്പ് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഞാനിപ്പോൾ ഒരു ഈസി മെത്തേഡാണ് പറഞ്ഞത്. സോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് എന്നുള്ളപ്പോൾ തന്നെ തൊട്ടടുത്ത് കാരണം ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അങ്ങനെയാണെങ്കിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും.